ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഈ പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നൽകുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്തൊക്കെയാണ്? അല്ല, സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന മഹാഭൂരിപക്ഷം ആളുകളും വിദ്യാർത്ഥികളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുള്ള ആളുകൾ സ്ത്രീ യാത്രക്കാരാണ്. ബസ്സുകളിൽ പുരുഷ യാത്രക്കാർ അവർ സ്വന്തമായിട്ടുള്ള മോട്ടോർ സൈക്കിളുകളിലോ കാറുകളിലോ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ സ്ത്രീകൾക്ക് കൂടി സൗജന്യ യാത്ര സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ മാത്രമാവും. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളെ മാത്രം 100 വിദ്യാർത്ഥി കയറിയാൽ 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം ഞങ്ങൾക്ക് കിട്ടുക. 1 രൂപയാണ് വിദ്യാർത്ഥികളെ മിനിമം ചാർജ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടുപോകുന്ന തരത്തിലേക്ക് സ്ത്രീകളെ കൂടി സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അകറ്റാനുള്ള സാഹചര്യം ഉണ്ടായാൽ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം പോലും സർവീസ് നടത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യം പുനഃപരിശോധിക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് കൂടി സർവീസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പാക്കേജ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ UDF വിജയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണമൊക്കെ നടത്തിയതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞതാണ്. അത് സർക്കാർ ഇപ്പോൾ വന്ന സർക്കാർ പരിഗണിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അധികാരം ഏറ്റ ശേഷം അതിനുശേഷം നമ്മൾ ഇവിടുത്തെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. എത്രത്തോളം അത് ഗവൺമെൻറ് ആരുണ്ടാക്കണം എന്നുണ്ടാക്കണം, ആര് മുഖ്യമന്ത്രി ആവണമെന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ ഗവൺമെൻറ് തയ്യാറാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി വന്നു, പുതിയ മുഖ്യമന്ത്രി വന്നു, പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നു. ഞങ്ങൾ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോവാണ്. നാളെയോ മറ്റന്നാളോ ആയി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും നേരിട്ട് കണ്ട് ഞങ്ങളുടെ ആശങ്കകൾ പറയും. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെയും വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഇവിടെ ഒരു ബസ് ചാർജ് വർധനവ് നടപ്പിലാക്കിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീസലിൽ മാത്രം 5 രൂപയിലധികം വർധനവ് നടപ്പിലാക്കി കഴിഞ്ഞു. ഞങ്ങൾ പ്രവർത്തന ചെലവിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ മേഖലകളിലും ഡീസലായാലും ഗ്രീസായാലും ഓയിലായാലും ഞങ്ങളുടെ സ്പെയർ പാർട്സ് ആയാലും ടയർ ആയാലും എല്ലാത്തിനും വില വർധന നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബസ് ചാർജ് വർധനവിന് പറയാൻ വേണ്ടി ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർധനവ് ഇപ്പോൾ 1 രൂപ നിശ്ചയിച്ചിട്ട് 15 വർഷക്കാലമായി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ കുറേ പെർമിറ്റുകൾ പുതുക്കി നൽകാനുണ്ട്. ഈ വക വിഷയങ്ങളെ കൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിക്കാൻ നിൽക്കുന്ന ഇടയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കോന്നുമൽക്കുരു പോലെ ഇപ്പോൾ ഈ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളം മാതിരി ഒരു സംസ്ഥാനത്ത് തമിഴ്നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് യാത്രാ നിരക്ക് സ്ത്രീകളുടെ കുറച്ചു എന്നൊക്കെ അവിടെ സ്ത്രീകൾക്ക് സൗജന്യമാക്കി പറഞ്ഞാൽ അവിടുത്തെ ബസ്സുകളുടെ എണ്ണം കേവലം 15% 20% മാത്രമാണ് ഈ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം. ബഹുഭൂരിപക്ഷവും സർക്കാർ ഉടമസ്ഥയിലുള്ള ബസ്സുകളാണ്. കർണാടകയിൽ അത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിലാണ് സൗജന്യം അനുവദിച്ചിട്ട് ഇവിടെ വേറൊരു തരത്തിലാണ് സൗജന്യം. അപ്പം ഞങ്ങൾ സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കാലാകാലങ്ങളിൽ അവർ പ്രഖ്യാപിക്കുന്ന മുഴുവൻ സാമൂഹിക പദ്ധതികളും അതേപടി നിറവേറ്റുന്നവരാണ് സ്വകാര്യ ബസ്സുകൾ. അതുകൊണ്ട് ഞങ്ങളെ കൂടി നിലനിർത്തുന്ന തരത്തിലൊരു പാക്കേജ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയും കാണാൻ പോകുന്നത്. ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടപ്പിലാക്കുമ്പോൾ പല വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ആ ഒരു പ്രതിസന്ധി പരിശോധിക്കപ്പെട്ടില്ല, ഒരു ചർച്ചയ്ക്ക് നിങ്ങളെ വിളിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് ചർച്ചയ്ക്ക് വിളിക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിലുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ നാളെ കാണും. അത് കഴിഞ്ഞ് ഇപ്പോൾ ജൂൺ 15 വരെ സമയം കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജൂൺ 15 മുതലാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി ഏതാണ്ട് ഒരു മാസം കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കും, ഞങ്ങളുടെ ആശങ്കകൾ കേൾക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ലെങ്കിൽ പൊതുഗതാഗതമാണിത്. നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനമാണ്. ജനങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ് ബസ് വ്യവസായം. ബസ് മേഖല ഇല്ലാതായാൽ ഈ നാട്ടിൽ പ്രശ്നം എന്താ? ഒരു ദിവസം സ്വകാര്യ ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഓടിയില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം എന്താ? ബന്ദിനേക്കാൾ വലിയ പ്രയാസമാണ് ബസ്സുകൾ ഓടിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബസ് സർവീസുകളെ, പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷം വരുന്ന സ്വകാര്യ ബസ് സർവീസുകളെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെൻറ് തയ്യാറാവില്ല. ഞങ്ങളുടെ കൂടി പരിഗണന ഞങ്ങളെ നിലനിർത്താനുള്ള ഒരു പരിഗണന കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരാണ്. നമുക്കങ്ങനെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ ആലോചിക്കാം. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഓടാൻ കഴിയില്ല. ഡീസൽ അടിക്കാനോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ ബസ്സുകൾ അറ്റകുറ്റപ്പണി ചെയ്യാനോ കഴിയുന്ന സാഹചര്യം വന്നാൽ ശമ്പളം കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം തൊഴിലാളി വരില്ല. ഡീസൽ അടിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ബസ് ഓടാൻ കഴിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് അടുത്ത് നിന്ന് പോവും. അത് സർക്കാരിന് അറിയും. അത്ര മോശക്കാരൊന്നുമില്ല നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയൊന്നും. അതൊക്കെ അറിയാത്ത ആൾ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ വ്യവസായത്തെ തകർക്കാനുള്ള നടപടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
പുതിയ മുഖ്യമന്ത്രിയിൽ അത്രത്തോളം പ്രതീക്ഷ വെച്ചാണ് ഇവർ ഏതായാലും തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.